ഒരു ദിവസം വിവാഹാലോചനയുമായി തന്നെ കാണാൻ വന്ന പുരുഷന്റെ മുമ്പിൽ ഒട്ടും ചമയങ്ങളില്ലാതെ അവൾ ചെന്നു നിന്നു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ കണ്ടിഷ്ടപ്പെടുന്ന ഒരാൾ വരികയാണെങ്കിൽ അന്നു മതി എനിക്കൊരു വിവാഹമെന്ന് അവൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അയാൾ അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല. നിന്നെ ഇഷ്ടമായെന്നു മാത്രം പറഞ്ഞു. അല്പം കഴിഞ്ഞു പോകാനൊരുങ്ങുമ്പോൾ അയാളോടവളൊരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. വിവാഹം കഴിഞ്ഞാലും എന്റെ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഓ, അതിനെന്താ? അയാൾ സമ്മതിച്ചു. അങ്ങനെ കോളേജ് പഠനത്തിനിടയിൽ തന്നെ അവളുടെ കല്യാണം നടന്നു. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ കുടുംബവീടുകളിൽ സൽക്കാരത്തിന്റെ തിരക്കായിരുന്നു. അയാൾ ഓടിക്കുന്ന സ്കൂട്ടറിന് പിന്നിലിരുന്ന് അവൾ ബന്ധുവീടുകളെയൊക്കെ സന്ദർശിച്ചു. സല്ലപിച്ചും ജീവിതസങ്കല്പങ്ങൾ പങ്കുവച്ചും അവരൊന്നിച്ച് യാത്രകൾ ചെയ്യുന്നതിനിടയിലായിരുന്നു അവരുടെ മനസ്സുകൾ കൂടുതൽ അടുത്തത്. രണ്ടാളുടെയും കുടുംബ പശ്ചാത്തലങ്ങൾ അവർ കൂടുതൽ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിലെ ഒരു വൈകുന്നേരം അവർ രണ്ടുപേരും അടുത്തുള്ളൊരു ബീച്ചിൽ ചെന്നിരുന്നു. പടിഞ്ഞാറേ മാനത്ത് സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു. അസ്തമയ സൂര്യന്റെ സുവർണരശ്മികൾ അവളുടെ കവിളിൽ മെല്ലെ തൊട്ടുനോക്കുന്നതും അവളുടെ മുഖത്ത് ചെഞ്ചായം വാരിപ്പൂശുന്നതും അയാൾ നോക്കി നിന്നു. കുഞ്ഞു തിരമാലകൾ കുസൃതിച്ചിരിയോടെ കരയിലേക്ക് ഓടിവന്ന് അവളുടെ പാദങ്ങളെ വാരിപ്പുണരുന്നതും തെല്ലൊരു കൗതുകത്തോടെ അയാൾ കണ്ടുനിന്നു. സ്വർണപ്പാളികളിൽ കടഞ്ഞെടുത്തൊരു മനോഹര ശില്പം പോലെ അവളങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അറിയാതെ പറഞ്ഞുപോയി, നല്ല ചന്തമുണ്ടിപ്പോൾ നിന്നെ കാണാൻ. കാറ്റിൽ നെറ്റിയിലേക്കൂർന്നു വീഴുന്ന ചുരുൾ മുടിത്തുമ്പുകൾ പിന്നിലേക്കൊതുക്കിവെക്കുന്നതിനിടയിൽ അവൾ ഹൃദ്യമായൊരു ചിരിയോടെ അയാളെ നോക്കി. നല്ല ചന്തമുണ്ട് നിന്നെ കാണാൻ. ആ സ്നേഹവാക്കുകൾ അനേകം മഞ്ഞുപുഷ്പങ്ങളായി അവളുടെ ഹൃദയത്തെ കുളിരണിയിച്ചു. അതിന്റെ സന്തോഷം അവളുടെ കണ്ണിലും കവിളിലും പരന്നൊഴുകുന്നത് അയാൾ കണ്ടു. അപ്പോൾ ഒരു തമാശ പോലെ അയാൾ പറഞ്ഞു, അന്ന് ഞാൻ നിന്നെ കാണാൻ വന്ന ദിവസം ഒട്ടും ചമയങ്ങളില്ലാതെ നീ എന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഇതിനേക്കാൾ സൗന്ദര്യമായിരുന്നു നിനക്ക്. അയാളുടെ കളിവാക്കുകൾ ഒരു കള്ളച്ചിരിയിൽ പൊതിഞ്ഞ് അവൾ അയാളെ നോക്കിക്കൊണ്ടു പറഞ്ഞു. അന്ന് കാണാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെടുകയില്ലെന്ന്. അതെന്താ? തെല്ലൊരാശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു. അവൾ പറഞ്ഞു, നല്ല ജോലിയും സോഷ്യൽ സ്റ്റാറ്റസുമൊക്കെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് നല്ലൊരു തറവാട്ടിൽ നിന്ന് സുന്ദരിയായൊരു പെണ്ണിനെ തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അയാൾ ചോദിച്ചു, അന്ന് തുടർന്ന് പഠിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണല്ലോ നീ എന്നോട് ആവശ്യപ്പെട്ടത്, അതെന്തായിരുന്നു? അവൾ പറഞ്ഞു, പഠിച്ചൊരു ജോലി നേടണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. വിവാഹം കഴിഞ്ഞാലും ജീവിക്കാൻ സ്വന്തമായൊരു വരുമാനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. മനുഷ്യരല്ലേ, മടുക്കുമ്പോൾ ആരുപേക്ഷിച്ചു പോയാലും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാമല്ലോ. അത് കേട്ടപ്പോൾ കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, മടുക്കുമ്പോൾ ഉപേക്ഷിക്കാനല്ലല്ലോ ഒരാൾ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. അവൾ ചിരിച്ചു. അതൊക്കെ വെറും തിയറിയല്ലേ. ശരീരം കൊണ്ട് ഉപേക്ഷിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാലും മതിയല്ലോ ഒറ്റപ്പെട്ടു പോകാൻ. പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനെന്ന പോലെ അവൾ പറഞ്ഞു, എത്ര പെട്ടെന്നാണ് തിരമാലകൾ ജനിക്കുന്നതും മരിക്കുന്നതും അല്ലേ? കണ്ടിരിക്കാൻ നല്ല രസം. ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്ന് നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമായിരുന്നു. എല്ലാം ഓരോ നിയോഗമല്ലേ? അയാളുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. അയാൾ ഒന്നും പറയാതെ കടലിന്റെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു, എന്തുപറ്റി? എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു, നിന്നെ കാണാൻ വരുന്നതിനു മുമ്പ് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നു. കേൾക്കാനുള്ള അതീവ കൗതുകത്തോടെ അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ചോദിച്ചു, എന്നിട്ട്? അവൾ അറിയാൻ തിടുക്കം കൂട്ടിയപ്പോൾ അയാൾ തുടർന്നു, ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കവളെ ഇഷ്ടമായി. തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാം എന്നവളുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളപ്പോൾ തുറന്നിട്ടൊരു മുറിയിലിരിക്കുകയായിരുന്നു. ഞാൻ അടുത്തെത്തിയിട്ടും എന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം പോലും അവൾ നോക്കിയില്ല. ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മുഖം ചുളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കിയാളെ ഇഷ്ടമായില്ല. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. മറ്റൊരാൾ മുഖത്തു നോക്കി വെറുക്കപ്പെട്ടൊരു ജീവിയോടെന്ന പോലെ അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ കേൾക്കുന്നവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തൊരു വിങ്ങൽ. അന്ന് ഞാനത് അനുഭവിച്ചു. ഒരാൾ ഏറ്റവും അധികം വേദനിക്കുന്നത് അയാളുടെ അഭിമാനം ക്ഷതപ്പെടുമ്പോഴാണ്.
അപ്പോഴയാൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭൂമിയിലേക്ക് ആണ്ടുപോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. എന്റെ നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട് മറ്റൊരാളുടെ അഭിമാനം ഒരിക്കലും മുറിപ്പെടരുതെന്ന് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ഇനി മുതൽ വിവാഹാലോചനയുമായി കാണാൻ പോകുന്ന ഒരു പെൺകുട്ടിയോടും നിന്നെ എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ അവസരമുണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ നിന്നെ കാണാൻ വരുന്നതിനു മുമ്പ് തന്നെ നിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായും അന്വേഷിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ തമ്മിൽ ഏറെക്കുറെ ഒരു 50% പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. എനിക്കത്രയും മതിയായിരുന്നു. ബാക്കി 50% ദൈവം പരിഹരിച്ചു തരുമെന്ന വിശ്വാസമായിരുന്നു എനിക്ക്. 100% പൊരുത്തമുള്ള ഒരു ബന്ധം അന്വേഷിച്ചു നടന്ന് കാലം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അത്. അല്ലെങ്കിലും എല്ലാം തികഞ്ഞൊരു ബന്ധവും ഈ ലോകത്തുണ്ടാകുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരിച്ചു പെറുക്കി അന്വേഷിച്ച് എന്തുകൊണ്ടും യോജിച്ചതാണെന്ന് ഉറപ്പുവരുത്തി ആർഭാടമായി നടത്തിയ പല വിവാഹങ്ങളും മാസങ്ങൾ കഴിയും മുമ്പ് തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അയാൾ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ അയാളെ തന്നെ നോക്കിയിരുന്നു. അയാൾ തുടർന്നു. ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ദൈവം ഓരോരുത്തരെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെന്നല്ലേ പറയാറ്? എനിക്ക് നിന്നെയും നിനക്കെന്നെയുമായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്നൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ എനിക്കൊരിക്കലും മനസ്സിന്റെ സന്തോഷം നഷ്ടമായിട്ടില്ല. പണവും സൗന്ദര്യവും എത്രയുണ്ടെങ്കിലും ഒരാൾക്ക് മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ അതൊന്നും ആസ്വദിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് നീ എങ്ങനെയാണോ അതുപോലെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. നീ എന്നെയും അതുപോലെ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിചാരമായിരിക്കണം നമ്മുടെ വിവാഹജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടത്. ശരിയാണ്. അവളും എന്തോ പറയാനൊരുങ്ങുന്നത് കേൾക്കാനായി അയാൾ കാത്തിരുന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ പല വിവാഹാലോചനകളുമായി തന്നെയും പലരും കാണാൻ വന്ന കഥകൾ അവൾ പറഞ്ഞു തുടങ്ങി. 6 7 ആളുകളെങ്കിലും പലപ്പോഴായി അവളെ കാണാൻ വന്നിട്ടുണ്ട്. അവർ വരുന്നതിന്റെ തലേദിവസം അമ്മ അവളോട് പറയും, നാളെ നിന്നെ കാണാൻ ആരോ വരുന്നുണ്ട്, ഒരുങ്ങി നിൽക്കണം. അന്നേ ദിവസം വീടും പരിസരവുമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ചായയും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കി അമ്മ കാത്തിരിക്കും. വരുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായി ഞാൻ നല്ലപോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കും. അങ്ങനെ എന്നെയും കണ്ട് ചായയും പലഹാരങ്ങളും കഴിച്ച് അവർ മടങ്ങിപ്പോകും. എങ്കിലും വന്നവരാരും എന്റെ മുഖത്തു നോക്കി നിന്നെ ഇഷ്ടമായില്ല എന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊട്ടും വേദനിക്കില്ലായിരുന്നു. പക്ഷേ അവർ കാണാൻ വന്ന് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വയം നെഞ്ചിലൊഴിഞ്ഞ് ദൂരത്തേക്കെവിടെയോ നോക്കിക്കൊണ്ട് അച്ഛൻ വരാന്തയിലിരിക്കുന്നുണ്ടാവും. ഞാൻ അടുത്തു ചെല്ലുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അച്ഛൻ മുഖം താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറയും, അവർക്കിഷ്ടായിട്ടില്ലെന്ന് അറിയിച്ചിരിക്കുന്നു. വിവാഹം നടക്കാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കിഷ്ടായിട്ടില്ലെന്നു പറയുമ്പോൾ അച്ഛന്റെ വാക്കുകൾക്കിടയിലെ ആ ഇടർച്ചയുണ്ടല്ലോ, അതായിരുന്നു എന്നെ തളർത്തിയിരുന്നത്. ചിലർക്കെന്റെ തൊലിയുടെ നിറമായിരുന്നു പ്രശ്നം, മറ്റു ചിലർക്ക് ഞങ്ങളുടെ സാമ്പത്തികം. അപ്പോഴൊക്കെ അമ്മ സമാധാനിപ്പിക്കും, സാരല്ല, മോളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ദൈവം കൊണ്ടുവന്നു തരും. അന്നുമുതൽ ഞാനൊരു തീരുമാനമെടുത്തു. വിവാഹാലോചനയുമായി വരുന്നവരുടെ മുമ്പിൽ ഇനി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ഞാനില്ല. പക്ഷേ നിങ്ങൾ വന്നപ്പോൾ, എന്നെ ഇഷ്ടമായെന്നു പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിനു പകരം നൽകാൻ ഈ ഭൂമിയിലുള്ള ഒന്നും മതിയാവില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ, അയാളോടുള്ള ജീവിതം, അതെനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഒരിക്കലും തകരുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അവൾ അയാളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു. അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി അവളുടെ ചുരുളുമുടികളിൽ വിരലോടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അനന്തമായ ഈ സാഗരം സാക്ഷി, ആ വിശ്വാസം ഒരിക്കലും തകരില്ല. ഈ സന്ധ്യയിൽ നമ്മൾ പറഞ്ഞതൊക്കെയും ഈ അന്തരീക്ഷത്തിലെവിടെയോ രേഖപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും മാഞ്ഞുപോകില്ല. പടിഞ്ഞാറേ മാനത്ത് പകലൊടുങ്ങി, കടൽത്തിരകളിൽ സന്ധ്യ മയങ്ങി. വിണ്ണിലെ നക്ഷത്രങ്ങൾ മിഴിതുറന്ന് അവരെ രണ്ടുപേരെയും നോക്കി നിന്നു. ഇരുൾ മൂടി തുടങ്ങുന്ന കടൽത്തീരത്തെ മണൽപ്പരപ്പിലൂടെ പരസ്പരം കൈകൾ കോർത്ത് ചേർത്തുപിടിച്ച് കാലിടറാതെ അവർ നടന്നു നീങ്ങി.